വെൽക്കം ടു മാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാസും വെയിറ്റ്. എല്ലാവർക്കും അറിയാവുന്ന രണ്ട് വേർഡ്സാണ് മാസും വെയിറ്റ്. അപ്പോൾ ഈ രണ്ട് വേർഡ്സ് അല്ലെങ്കിൽ രണ്ട് ഭാരത്തെക്കുറിച്ച് നമ്മൾ നോക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനിലേക്കാണ് ഈ വീഡിയോ പോകുന്നത്. ഓക്കെ, മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് മാസ് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ഡെഫിനിഷൻ ഇവിടെ കാണാൻ കഴിയും. മാസ് ഇസ് എ മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ഒബ്ജക്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിൽ, ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസിൻ്റെയും മോളിക്യൂൾസിൻ്റെയും എല്ലാം കൂടെയുള്ള ഒരു എമൗണ്ട്, ആ ഒരു മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആ ഒരു കനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാസ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് വെയിറ്റ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു മാസിൽ, ഒരു വസ്തുവിന് ഒരു മാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു മാസിൽ നമ്മുടെ ഗ്രാവിറ്റി ഒരു ഫോഴ്സ് ചെലുത്തുന്നുണ്ട്. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സും കൂടെ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ മാസിനെയാണ്, അല്ലെങ്കിൽ ടോട്ടൽ വെയിറ്റ്, ആ ഒരു ഭാരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വെയിറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വെയിറ്റ് ആകില്ല നമ്മൾ വേറെ ഒരു, ഇപ്പം നമ്മൾ എക്സാമ്പിളിന് ചന്ദ്രനിൽ പോയാൽ നമുക്കുണ്ടാകുന്ന വെയിറ്റ്, അതായത് ഗ്രാവിറ്റേഷൻ ഫീൽഡ് അനുസരിച്ച് എന്താണ് വെയിറ്റിന് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 100 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു, അതിപ്പോൾ സണ്ണിൽ പോയാൽ, നമ്മുടെ ചന്ദ്രനിൽ പോയാലും, നെപ്റ്റ്യൂണിൽ പോയാലും, പ്ലൂട്ടോയിൽ പോയാലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അവയുടെ ടോട്ടൽ വെയിറ്റ്. അതായത് വെയിറ്റ് മാറും എന്തനുസരിച്ച്, ഗ്രാവിറ്റി കൂടുന്നതിനോ കുറയുന്നതിനോ അനുസരിച്ച്. അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള വെയിറ്റ് ആകില്ല ഒരു വസ്തുവിന് വേറൊരു സ്ഥലത്തെത്തിയാൽ. അതിനൊരു എക്സാമ്പിളാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഇനി വെയിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ആ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ വെയിറ്റ് എന്ന് കൊടുക്കുകയും, ആ ഒരു ആക്സലറേഷൻ നമുക്കറിയാം, ആക്സലറേഷൻ ടു ഗ്രാവിറ്റി, ആ ആക്സലറേഷൻ പകരം നമ്മൾ ഗ്രാവിറ്റി എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ് വെയിറ്റിനുള്ളത്, ന്യൂട്ടൺ.